ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത ഒന്നുമല്ല, ഇന്ന് നമ്മുടെ ലാസ്റ്റ് എക്സാമാണ്. നമ്മുടെ ഫസ്റ്റ് സെമ്മ് ഇന്നത്തോട്ട് ഉടുക്കി തീരുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഒരു ചെറിയ വീഡിയോയാണ്. അപ്പോൾ രാവിലെ ഞാൻ എന്നത്തെ പോലെ തന്നെ പിള്ളേരെ റെഡിയാക്കി നേരെ സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇതെൻ്റെ അനിയത്തിയുടെ കൊച്ചാണ് മുഹമ്മദ് അമാൻ. അവനപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ എപ്പോഴും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ മുഖത്ത് വരച്ചിടാൻ പറയും. അമ്മയെ കാണിച്ചു കൊടുക്കുക. സൂപ്പറായി ചിരിച്ചേ. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ റെഡിയായി നേരെ കോളേജിലേക്ക് പോയി കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സിന് നല്ല പഠിത്തമായിരുന്നു കേട്ടോ. അവർക്ക് ഇനി എക്സാം തീർന്നതിൻ്റെ ഒരു വിഷമവും ഇന്നിപ്പോൾ ലാസ്റ്റ് എക്സാമോ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഭയങ്കര പഠിത്തമായിരുന്നു. അങ്ങനെ അവർ പഠിച്ചൊക്കെ കഴിഞ്ഞു. അത് പഠിക്കണോ? പഠിച്ചോ റൂഫ്? നിങ്ങളെല്ലാവരും പഠിച്ചോ? നിങ്ങൾ എങ്ങോട്ട് പോവാ? പള്ളിയിൽ പോ. പിന്നെ പള്ളിയിൽ പോണതിൻ്റെ ഇടയ്ക്ക് അവർക്ക് പിന്നെയും ഡൗട്ട്സ് വന്നു. പിന്നെ അവരവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പഠിക്കണ കാണുമ്പോൾ ഓർക്കും ഇവരൊക്കെ ചുമ്മാ അഭിനയിക്കുന്നതാണ്. പക്ഷേ അല്ല, ഇവർ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പ് സ്റ്റുഡൻസാണ്. എല്ലാവർക്കും നല്ല മാർക്സ് ഒക്കെ ഉള്ളതാണ് സീരിയസ് എക്സാമിനൊക്കെ. പിന്നെ അവരവിടെ നിന്ന് സംശയങ്ങളൊക്കെ മാറ്റി ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് നേരെ ഒരു പള്ളിയിലേക്ക് പോയി. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ലൈബ്രറിയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ പഠിച്ച നസീനായും ഫാത്തിമയും ഒക്കെ നല്ല പഠിത്തമായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ എക്സാം ഹോളിലേക്ക് പോയി. നമ്മുടെ എക്സാം തുടങ്ങാറായിരുന്നു കേട്ടോ. പിന്നെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം കഴിഞ്ഞിറങ്ങി. അപ്പോൾ അസ്ന വരുന്നതാണ് എക്സാം കഴിഞ്ഞിട്ട്. അസ്നക്ക് എളുപ്പമായിരുന്നു, എനിക്കത് കുറച്ച് പാടായിരുന്നു കേട്ടോ. പിന്നെ മിസ്സ് വന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കി. എങ്ങനെയുണ്ടായിരുന്നു? എന്നെ പാടാറുണ്ടോ? അൻസലേ എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സാം ഇന്നുകൊണ്ട് തീർന്നു. നാളെ തൊട്ട് ഇനി എക്സാം മിസ് ചെയ്യും. അത്ര ഇന്ന് എക്സാം തീർന്നതിന്റെ ഒരു സമാധാനത്തില് ഞങ്ങള് എങ്ങോട്ടും പോകണ്ട നമ്മള് എക്സാം തീർന്നതിന്റെ സന്തോഷത്തില്. ഇന്ന് എക്സാം തീർന്ന സന്തോഷത്തിൽ ഞാൻ നിൽക്കാനും ഒരു സ്വന്തക്കാരൻ്റെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നേരെ എക്സാം കഴിഞ്ഞതിനൊരു സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ എൻ്റെ ഇത്താടെ വീട്ടിൽ പോയിട്ടോ. അവിടെ ലായക്കിനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വരാമെന്ന് ഓർത്തു. അങ്ങനെ ഇത്താടെ വീടെത്തി. അവിടെ ചെന്നിട്ട് നമ്മൾ ലായക്ക് പുറത്ത് കടയിൽ പോയി കയറുന്നു അവൻ്റെ വാപ്പിയുടെ കൂടെ. അങ്ങനെ ലായക്ക് വരാൻ വേണ്ടി അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ മറ്റേ പോക്കറ്റ് ഷവർമയുടെ ഫില്ലിംഗ് ഇല്ലേ, അതിൽ സമൂസയിൽ ആ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് അത് തിന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലായക്കിനെ കൊണ്ടാണ് തിരിച്ച് വീട്ടിൽ പോയത്. അവൻ ഞങ്ങളുടെ കൂടെ വന്നെന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നെ അവനെ കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക.